ഹായ് നമസ്കാരം. വേൾഡ് കപ്പ് ക്രിക്കറ്റ് ICC 2020 വേൾഡ് കപ്പ് 2024 നമ്മളങ്ങനെ വിന്നർ ആയിരിക്കുകയാണ്. ശരിക്കും ഈ വീഡിയോ ഇന്നലെ ചെയ്യേണ്ടതാണ്. 2 ദിവസം മുന്നേയൊക്കെ ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചായിരുന്നു, ഒരു 20 മിനിറ്റൊക്കെയുള്ള വീഡിയോ. പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഇത് എടുത്തത് തന്നെ ഒരു സമയത്താണ്, ഏകദേശം 2-3 മണിയായപ്പോഴാണ് എടുത്തത്. ഫ്രൈഡേ 3 മണിക്കാണ് എടുത്തത്. അതിന് ശനിയാഴ്ച എനിക്ക് കുറച്ച് നമ്മുടെ ലൈഫിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ നിമിഷങ്ങൾ വന്നുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യ ഉറപ്പായിട്ട് കൊടുക്കും. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യ വേൾഡ് കപ്പ് എടുത്തത്, കൈവിട്ട് പോയ വേൾഡ് കപ്പ് തിരിച്ചു പിടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് വേൾഡ് കപ്പിൻ്റെ ചരിത്രങ്ങൾ നോക്കാം. ഇന്ത്യ 1983 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ ക്രിക്കറ്റിൻ്റെ തേരോട്ടം. കപിലിൻ്റെ ചെകുത്താന്മാർ, കപിൽ ദേവ് നായകനായിട്ടുള്ള ചെകുത്താന്മാർ തുടർച്ചയായിട്ട് വേൾഡ് കപ്പുകൾ എടുത്തിട്ടിരുന്ന വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ചുകൊണ്ട് നമ്മളങ്ങനെ കപ്പ് ഉയർത്തി. അതിനുശേഷം ആ കപ്പ് എടുത്ത് ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് എടുത്തുന്ന ഇന്ത്യയിലാത്ത ആൾക്കാർ ജനങ്ങൾ അറിഞ്ഞത് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അന്നത്തെ കമ്മ്യൂണിക്കേഷൻ മീഡിയാസിന്റെ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അത്രയും ഇതായിട്ടില്ല, ടെക്നോളജി വൈസിൽ നമ്മൾ അത്രയും ഇതായിട്ടില്ല ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന സച്ചിനെ പോലുള്ള ആൾക്കാരൊക്കെ ക്രിക്കറ്റ് വളരെ കുറച്ചും കൂടി സ്പീഡായിട്ട് ആക്സസ് ചെയ്ത ആൾക്കാരൊക്കെ അതിൽ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ കൊണ്ട് അവർ ക്രിക്കറ്റിലേക്ക് വന്നു. അവർ ക്രിക്കറ്റിന്റെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ കാലഘട്ടങ്ങളൊക്കെ എത്തിയപ്പോൾ തന്നെ, സച്ചിൻ്റെയൊക്കെ ടൈം ആയപ്പോൾ തന്നെ, നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് 10 ഗ്രൗണ്ടായി, 10 ഗ്രൗണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് ഗ്രൗണ്ടുകളായി, കോടിക്കണക്കിന് ക്രിക്കറ്റ് മൈതാനങ്ങൾ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ചെറിയ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ മുട്ടിട്ടൊക്കെ ചെടികൾ കളിപ്പിക്കുന്ന പോലത്തെ അത്രയും വലിയ ഫാസ്റ്റിലാണ് ഈ സാധനങ്ങൾ, ഈ ക്രിക്കറ്റ് മൈതാനങ്ങൾ വരികയും ക്രിക്കറ്റിനോടുള്ള ഭ്രമം, ക്രിക്കറ്റിനോടുള്ള ഒരു ആസക്തി, ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൂടി വന്നതൊക്കെ. അങ്ങനെ ക്രിക്കറ്റ് ഇന്ത്യയിൽ ഒരു റിലീജിയൻ ആയിട്ട് മാറി. സച്ചിൻ്റെയൊക്കെ കാലഘട്ടം സച്ചിൻ അതേപോലെ ഡെഡിക്കേഷൻ കൊടുത്തു. അത് വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. സച്ചിൻ ക്രിക്കറ്റ് കോഡായിട്ട് ആൾക്കാർ സങ്കല്പിച്ചു തുടങ്ങി, ആരാധകർ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിക്കറ്റിൻ്റെതായ ചരിത്രങ്ങളുണ്ട്. മൊത്തത്തിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി പറയാറുണ്ട്, യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം. പല ഭാഷകളും പല സംസ്കാരങ്ങളും പല വേഷങ്ങളും പല 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 കാര്യങ്ങളും ഉള്ള ഒരു ഇന്ത്യയിൽ ഇപ്പോഴും നമ്മളൊരു പോയിന്റ്, ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഒന്നിച്ചു വരും. അതായത് രാജ്യം എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ വരുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചേക്ക് നമ്മുടെ അവസ്ഥയിലേക്ക് വരും. അതൊരു വല്ലാത്തൊരു, ഇത്രയും ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം ഈ ലോകത്ത് വേറെ ഇല്ല. അത് സത്യം തന്നെയാണ്. ഇത്രയും ഭാഷകൾ, സംസ്കാരങ്ങൾ, കൾച്ചർ അല്ലെങ്കിൽ മതങ്ങൾ, ജാതികൾ, ഓക്കെ, ഇതെല്ലാം കൂടി ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമ്മുടെ സന്തോഷ് ജോർജ് പറഞ്ഞ പോലെ ഇത്രയൊക്കെ സംഭവം ഉണ്ടെങ്കിലും ഇന്ത്യ എന്നുള്ള ഒരു സംഭവത്തിൽ ഇങ്ങനെ കറക്റ്റ് ഒരു ഡയറക്ഷനിൽ, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കാര്യത്തിൽ ക്രിക്കറ്റിന് ഒത്തിരി കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും പല ഘടകങ്ങളുള്ള ഒരു രാജ്യത്ത് ക്രിക്കറ്റിന് കോർഡിനേറ്റ് ചെയ്യാം. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ മതങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ മറ്റു പല കാര്യങ്ങൾക്കോ ഇത്രയും വലിയ വ്യത്യസ്തമായ തരത്തിലുള്ള ജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഗെയിമിന് ഒരു പരിധി വരെ സാധിച്ചെന്ന് വേണം പറയാൻ. കാര്യം ക്രിക്കറ്റ് കാണുന്നത് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒത്തിരി ജനങ്ങൾ കാണുന്ന ഒരു വിനോദം കൂടിയാണ് ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റ് ഇങ്ങനെ വരുന്നത് 83 നമ്മൾ വിജയിക്കുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഡ്രൈ ടൈം തന്നെയായിരുന്നു. സച്ചിനെ പോലുള്ള ആൾക്കാർ 89 കയറി വരുന്നു. പതുക്കെ വേൾഡ് കപ്പുകളിലൂടെ നമ്മൾ നമ്മുടെ ആധിപത്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് വരുന്നു. 92 വേൾഡ് കപ്പ്, 96 വേൾഡ്, ഞാനൊക്കെ 96 വേൾഡ് കപ്പാണ് നമുക്ക് കാണാൻ തുടങ്ങിയത്. അന്ന് ഇന്ത്യ തോറ്റ കളി ഗ്രൗണ്ടിൽ കുപ്പി എറിഞ്ഞും അവിടെ തീയിട്ടൊക്കെയാണ് ആരാധകർ അവരുടെ പ്രതിഷേധങ്ങൾ. ഏകദേശം ഈ സമയമൊക്കെ ആയപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് റിലീജിയനായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു. അത് ഭയങ്കര ഒരു ആസക്തിയായിട്ട് മാറിക്കഴിഞ്ഞായിരുന്നു. പിന്നെ 99 വേൾഡ് കപ്പ് നമ്മൾ കണ്ട വേൾഡ് കപ്പ് കയറി. 2003 വേൾഡ് കപ്പ് ഇന്ത്യ ഫൈനലിലെത്തുന്നു. 2007 ഇന്ത്യ ഏറ്റവും ഫസ്റ്റ് തന്നെ അടിച്ച് പുറത്തിടുന്നു. അന്ന് തന്നെയാണ് 2020 വേൾഡ് കപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത്. അന്ന് 2020 വേൾഡ് കപ്പ് തുടങ്ങി സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു കളി. കിട്ടിയ തട്ടിക്കൂടി ടീമിനൊക്കെ വിട്ട്. കാര്യം അതേപോലെ ഗതികെട്ട ഒരു ലോകകപ്പായിരുന്നു വൺ ഡേ വേൾഡ് കപ്പ് 2007 ഉണ്ടായിരുന്നു, വെസ്റ്റ് ഇൻഡീസിൽ വെച്ചാണ്. അപ്പോൾ അതിൽ വളരെ ദയനീയമായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായത് ചരിത്രത്തിൽ ആദ്യമാണ് തോന്നുന്നത്. ബംഗ്ലാദേശ് വരെ എടുത്തിട്ട് തൂക്കിയത് കൊണ്ട് നമ്മൾ ഇത് തേങ്ങയിൽ കാണിക്കട്ടെ. ഇനി അടുത്ത 2020 വേൾഡ് കിട്ടിയമാരെ വിളിച്ച് നേരെ അങ്ങോട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് വിട്ടു. ധോണിനെ ക്യാപ്റ്റനുമാക്കി. നീ ക്യാപ്റ്റൻ ആയിക്കോളാം, നിന്റെ ലുക്കിലും പാവത്തിൽ നീ തന്നെ ക്യാപ്റ്റൻ. 2020 കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അടിച്ച് പൊളിപ്പൻ ആൾ വേണമല്ലോ, നീ തന്നെ ക്യാപ്റ്റൻ ആയിക്കോളാം. അങ്ങനെ പോയി. പക്ഷേ വിട്ടതുപോലെ അല്ല അവർ തിരിച്ചു വന്നത്. അവർ തിരിച്ചു വന്നത് പ്രഥമ 2020 വേൾഡ് കപ്പിലെ കപ്പുമായിട്ടാണ് തിരിച്ചു വന്നത് ഒരു വരവ് തന്നെയായിരുന്നു. ആ വരവ് നമ്മൾ ക്രിക്കറ്റ് മതമാക്കിയിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു കപ്പെടുത്താൻ മാത്രം മതി. അവരെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. തെരുവോരങ്ങളിൽ എത്ര മണിക്കൂർ രഥഘോഷയാത്ര പോലെയാണ് അവരെ നമ്മൾ വരവേറ്റത്. ഡൽഹി, കൽക്കട്ട തെരുവിലൊക്കെ, മുംബൈ, അപ്പം അത്രയും വലിയ സ്വീകരണങ്ങളാണ് കൊടുത്തത്. അതാണ് ക്രിക്കറ്റ്. ധോണിയൊക്കെ പറയുന്നത് ക്രിക്കറ്റ് നമ്മളെ വാനോളം അവർ ഉയർത്തും. നമ്മുടെ ആരാധകരെ പറ്റി പറയണം, വാനോളം ഉയർത്തും. വേണമെങ്കിൽ അതിന് മേലെ അവർ കൊണ്ടുപോകും. പക്ഷേ കളി തോറ്റു കഴിഞ്ഞാൽ അവരത് സഹിക്കില്ല. അവർ റിയാക്ട് ചെയ്യുന്നത് വളരെ മോശമായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 2007 ശേഷം 2009, പിന്നെ നമ്മൾ വേൾഡ് കപ്പ് എടുക്കുന്നത് 2011 വൺ ഡേ വേൾഡ് കപ്പാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേൾഡ് കപ്പ് കിട്ടി തുടങ്ങി. നമുക്ക് അകലെ നിന്നിരുന്ന ICC ട്രോഫികൾ നമ്മുടെ കയ്യിലേക്ക് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് 2011 നമ്മൾ വേൾഡ് കപ്പ് ഏകദേശം 35 വർഷം നീണ്ട യാത്രയിൽ നമ്മളങ്ങനെ വേൾഡ് കപ്പ് എടുത്തു. അതിനുശേഷം 2013 ചാമ്പ്യൻസ് ട്രോഫി, ഏകദേശം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ടുള്ള ഒരു ഇയർ ഗ്യാപ്പിൽ 2007, 2011, 2013 അങ്ങനെ നമ്മൾ കപ്പെടുത്തോണ്ടിരുന്ന ധോണി അങ്ങനെ 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻ എടുക്കുന്ന ലോകത്തിലെ ഒരു ക്യാപ്റ്റനായി അന്നും ഇന്നും നിലനിൽക്കുന്നു. ശേഷം 2014 വീണ്ടും 2020 വേൾഡ് കപ്പ് ഇന്ത്യ ഫൈനലിലെത്തി.
ദ കിങ് കോഹ്ലിയുടെ ഡ്രൈവിൽ നമ്മൾ ഫൈനലെത്തി. കോഹ്ലിയായിരുന്നു മാൻ ഓഫ് ദ സീരീസ്. ഫൈനൽ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫൈനലിസ്റ്റ്, നമ്മുടെ ഓപ്പണന്റ് ആയിട്ട് വന്നത് ശ്രീലങ്കയായിരുന്നു. കാവ്യനീതി എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, അവർക്കും ഉണ്ടല്ലോ. അതായത് അന്ന് ജയവർദ്ധന സംഘക്കാരെ ലെജൻസ് ആണ്. അവർ ആ ടീമിന് വേണ്ടി വർഷങ്ങളായിട്ട് വിയർപ്പൊഴുക്കിയാണ്. ഒത്തിരി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം അവർക്ക് കൊടുത്തൊരു വേൾഡ് കപ്പ് ആയിരിക്കണം 2014 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. കാര്യം 2011 വൺ ഡേ വേൾഡ് കപ്പ് അവർക്ക് എടുക്കാൻ പറ്റില്ല. അന്ന് നമ്മുടെ ഓപ്പണന്റ് ആയിട്ട് വന്നതാണ്. പക്ഷെ അന്ന് സച്ചിൻ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ഗോഡ്, അദ്ദേഹത്തിനെയാണ് കാലത്തിന്റെ കാവ്യനീതിയായിട്ട് ദൈവം ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 2014 മക്കളെ നിങ്ങളൊന്ന് മാറി നിൽക്കും. ഇവരും ലെജൻസ് അല്ലേ? അതൊരു രണ്ടാം കുടിയിലാണോ? അല്ല, ഇവരും കാവ്യനീതിക്ക് വേണ്ടി അപേക്ഷ തന്നിട്ട് കുറച്ച് നാളായി. നിങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ സ്റ്റേറ്റ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. നിങ്ങൾ മാറിയെന്നേ അത് കൊടുക്കണ്ടേ? അങ്ങനെയാണ് ആ കപ്പ് അവർക്ക് കിട്ടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കാവ്യനീതി തന്നെയായിരുന്നു, അതൊരു വിധിയായിരുന്നു ആ ഒരു ടൂർണമെന്റ് അവർക്ക് കിട്ടണമെന്നുള്ളത്. അതിനുശേഷം അവർ രണ്ടും വിരമിച്ച് അവരുടെ പരിപാടിക്ക് പോയി. ശേഷം 2016 വേൾഡ് കപ്പ് വേണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടൊരു വേൾഡ് കപ്പ് ആയിരുന്നു. അന്ന് നമ്മൾ സെമിയിലാണ് പോകുന്നത്. ഇവിടെ പോയി അത് നല്ല ഫോമിൽ ഇന്ത്യ കയറി വരുന്നത്. ആസ് യൂഷ്വൽ കോഹ്ലി തന്നെയായിരുന്നു ആ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തേരോട്ട രാജാവ് തന്നെ. പുള്ളി ഇങ്ങനെ എല്ലാ കളിയും കളിച്ച് വന്നു. ശരിക്കും ആ കപ്പ് ഇന്ത്യക്ക് എടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അന്ന് 192 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ അടിക്കുന്നത് 20 ഓവർ. ഏകദേശം 2 വിക്കറ്റേ പോയിട്ടുള്ളൂ എന്നുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 വിക്കറ്റാണ് പോയിട്ടുള്ളൂ ഇന്ത്യയുടെ. എന്നിട്ട് ഇന്ത്യക്ക് അത്ര റൺസ് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം അന്ന് റൺസ് എടുക്കാനുള്ള അത്രയും പോയത് ഒന്നാമത്തെ കാര്യം ഞാൻ വിശ്വസിക്കുന്നത് ധോണിയും കോഹ്ലിയും കൂടി വന്നു. ആ പാർട്ണർഷിപ്പ് പിന്നെ ഒരു സ്ട്രൈക്ക് കൈമാറുന്ന പാർട്ണർഷിപ്പായിട്ട് മാറി. ബൗണ്ടറികളോ സിക്സറോ അടിക്കാണ്ട് എല്ലാ ബോളിലും 2 റൺ വെച്ച് കൊടുക്കുക. രണ്ടുപേരും ഇത് ഓട്ടം നിൽക്കാൻ പോയായിരുന്നു. പക്ഷെ അത് മതിയെന്ന് വിചാരിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ വേറെ വിക്കറ്റ് കളഞ്ഞ് റൺസ് ഉള്ള ബേസ് ബാലൻസ് റൺസിന്റെ കളയണേക്കാളും നല്ലത് എങ്ങനെ പോയാലും ഒരു 190 എത്താന്നുള്ള രീതിയിൽ അവർ കളിച്ചുകൊണ്ടാണോ അറിയില്ല. ശരിക്കും 6 റണ്ണ് പോരാണ്ട് വന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ കൈക്കരുത്ത് എന്ന് പറയുന്നത് ഏതൊരുത്തനും അണ്ടനും അടകോടനും 6 വിക്കറ്റ് പോയാലും അവർ മാനസികമായിട്ട് പതറിയൊന്നുമില്ല. വരുന്നമാർക്ക് ബാറ്റ് വീശുന്നു. അവരുടെ കൈക്കരുത്ത് കൊണ്ട് തന്നെ കിട്ടുന്നതൊക്കെ അടിക്കുന്നതൊക്കെ സിക്സ് തന്നെയായിരുന്നു. അങ്ങനെ അവർ ആ കളി ജയിച്ചു. ശരിക്കും അന്ന് ജസ്പ്രീത് ബുംറ, നമ്മുടെ ക്രിസ് ഗെയിൽ, ക്രിക്കറ്റിന്റെ വേറൊരു സൂപ്പർമാൻ അല്ലെങ്കിൽ റോബോട്ട്, ക്രിക്കറ്റിലെ റോബോട്ട് എന്ന് പറയാം. പുള്ളിനെ ഫസ്റ്റ് വിക്കറ്റ് എടുത്തപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ജയിക്കുമെന്ന് വിചാരിച്ച് കളിയാണ്. പക്ഷേ ആ കപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അവിടെ വിജയിച്ചെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ട് കപ്പ് അടിച്ചത്. പക്ഷെ നമ്മൾ അന്ന് തോപ്പിച്ച വെസ്റ്റ് ഇൻഡീസ് തന്നെ അവരുടെ 2ാം കിരീടവും ചൂടി. 2012 അവരുടെ ആദ്യ കിരീടം അല്ലേ? യെസ്. അതിനുശേഷം പിന്നെ നമുക്ക് വന്ന വേൾഡ് കപ്പ് എന്ന് പറയുന്നത് പിന്നെ കൊറോണ കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ പോയി. 2021 പിന്നെ നമുക്ക് വന്നത്. 2022 ഉണ്ടായിരുന്ന വേൾഡ് കപ്പാണ് നമ്മൾ ഓസ്ട്രേലിയ വെച്ച് കളിച്ചത്. അത് നമ്മളെ സെമിയിൽ ഇംഗ്ലണ്ട് അടിച്ചിട്ടു. അത് ഇംഗ്ലണ്ട് കൊണ്ടുപോയപ്പോൾ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ 2024 വന്നിരിക്കുന്നത്. ഈ വേൾഡ് കപ്പ് എന്തുകൊണ്ടും ഇന്ത്യ എടുക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം നമ്മൾ അടിച്ചിടേണ്ടവരൊക്കെ അടിച്ചിട്ട് നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഓസ്ട്രേലിയനെ അടിച്ചാണ് നമ്മൾ ഫൈനലിലേക്ക് കടക്കുന്നതെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യ ചെയ്യും. കാര്യം ഓസ്ട്രേലിയനെ അടിച്ച് ഫൈനലിലേക്ക് വരുമ്പോൾ ആ നോക്കൗട്ട് മാച്ചിൽ ഉള്ള അത്രയും പ്രഷറോ എഫർട്ടോ നമ്മൾ ഫൈനലിൽ ഇടേണ്ട കാര്യമില്ല, നമ്മൾ ജയിക്കും. മറിച്ച് ഓസ്ട്രേലിയയാണ് ഫൈനൽ വരുന്നെങ്കിൽ, ഓസ്ട്രേലിയ ഫൈനലെന്നല്ല ഓസ്ട്രേലിയ സെമിയിൽ വരുവാണെങ്കിൽ പിന്നെ അവരെ തടയൽ വലിയ പാടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാരണം ഇതാണ് ഇന്ത്യ ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാര്യം. അവരെ ഈ ഇംഗ്ലണ്ടിനെ ഓസ്ട്രേലിയനെ അടിച്ചപ്പോൾ തന്നെ ഇന്ത്യ കിട്ടിയ ഒരു മാനസിക ധൈര്യമുണ്ട്. പക്ഷേ ആ ധൈര്യം അവർ മിസ്യൂസ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. പിന്നെ സൗത്ത് ആഫ്രിക്കൻ പോലുള്ള ടീമിനെ നമുക്ക് എന്തായാലും വിജയിക്കാൻ പറ്റുമായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ടീം സ്പിരിറ്റ് ഇല്ല, ഒരു കോർഡിനേഷൻ ഇല്ല. നമ്മളെപ്പോലെ ഒരു ഐക്യം ആ ടീമിലില്ല. ഏഷ്യൻ ടീമുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ശ്രീലങ്ക പോലുള്ള ടീമുകൾ ഇത്രയും വർഷം വലിയ സംഭവങ്ങളൊന്നുമില്ല. അവരത് 2, 3, 4 പേരേ ഉള്ളൂ. ഒരു മുരളീധരൻ, ഒരു ജയവർദ്ധന, ഒരു ജയസൂര്യ, ഒരു വാസ്, ഒരു സംഘക്കാരൻ. ഈ 3-4 പേരുടെ ഇതിലാണ് ആ ടീം ഇത്രയും വർഷം പോയത്. കാര്യം അവർ കളിക്കുന്നവരെല്ലാം 100% അവരുടെ എഫർട്ട് കൊടുക്കും. പിന്നെ ഈ നമ്മുടെ ഈ ചെറിയ ചില കിളികളുണ്ടല്ലോ, ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ചില കിളികൾ, അതേപോലത്തെ ഒരു ടൈപ്പാണ് ഇവർ ഏറ്റവും വലിയ ടീമുകളൊക്കെ ഈസി ആയിട്ട് അടിച്ചിടും. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള വലിയ ടീമുകൾക്ക് ഇവർ നന്നായിട്ട് കളിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവരുടെ ടീം സ്പിരിറ്റ്, ഇവരുടെ സ്പീഡ് അങ്ങനെയാണ്, ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു വൈബ്രന്റ് ആണ് ഇവരുടെ സംഭവം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്പിരിറ്റ് ഏഷ്യൻ ടീമിൽ ഞങ്ങളുടെ ഏറ്റവും സ്പിരിറ്റും അത് കോർഡിനേഷൻ ചെയ്യുന്ന സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഇന്ത്യയിലെ ഏഷ്യൻ ടീമിൽ എല്ലാവർക്കും സ്പിരിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് നല്ല സ്പിരിറ്റാണ്, പാകിസ്ഥാന് നല്ല സ്പിരിറ്റാണ്, ബംഗ്ലാദേശിന് അതിനേക്കാൾ സ്പിരിറ്റ്, ഇപ്പോൾ വരുന്ന അഫ്ഗാനിസ്ഥാൻ ലോക സ്പിരിറ്റാണ്. ശ്രീലങ്ക ഓഫ് കോഴ്സ് നല്ല സ്പിരിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആണെന്നുള്ളത്. ഓക്കെ, ഇനി നേപ്പാളാണ് അടുത്ത ടീം വരുന്നെങ്കിൽ, നേപ്പാളാണ് വളർന്നു വരുന്നെങ്കിൽ അവർക്കും ഉണ്ടാവും, ചൈനയാണ് വരുന്നെങ്കിൽ അവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഏഷ്യൻ കളിക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം, അതായത് രക്തത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീലങ്ക ആ ഒരു ചെറിയ ടീം വെച്ച് കുറേ കാലം അവർ പോരാടി നിന്നു. അവർ അടിച്ചടിച്ച് ഇങ്ങനെ നിന്നൊരു ടീമാണ്. ഇത്തരം വലിയ ശക്തരായ ടീമുകളൊക്കെ അടിച്ചിട്ടുകൊണ്ടാണെന്ന് അറിയില്ല. ഫൈനലിൽ കുറച്ച് ഉഴപ്പായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ്. ഇന്ത്യ കുറച്ച് ഈസിനെസ് അവിടെ കാണിച്ചു. ജയിക്കാമെന്ന് 100% ഇന്ത്യ വിചാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റൺ റേറ്റിലേക്ക് വരുന്നു. വിക്കറ്റുകൾ പെട്ടുപെടുന്ന 2 വിക്കറ്റ് പോകുന്നു, 3 വിക്കറ്റ് പോകുന്നു, പിന്നീട് പാർട്ണർഷിപ്പ് വരുന്നു. അപ്പോൾ ബിഗ് മാച്ചാണ്, പ്രഷർ സിറ്റുവേഷൻ ആണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ബിഗ് മാച്ച് പ്രഷർ സിറ്റുവേഷൻ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ കരുത്തനായ സാരഥി ദ കിങ് കോഹ്ലി അവിടെ ഒരു സൈഡിലുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഈ ഫൈനലിൽ എത്തുന്നതിന് മുന്നേ അദ്ദേഹം, നമ്മൾ ടോട്ടൽ 8 കളിയാണ് കളിച്ചത്. 7 കളിയിലും കോഹ്ലിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ല, മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. ഓക്കെ, ഫൈനലിൽ അദ്ദേഹം കളിച്ചു. ആ ഒരു പ്രഷർ സിറ്റുവേഷൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് വ്യക്തമായ ഇൻഫർമേഷൻസ് നമ്മുടെ ടീം മാനേജ്മെൻറ്റ് അടുത്ത് ഉണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം അവിടെ ക്രീസിൽ നിലയുറപ്പിച്ചു, പാർട്ണർഷിപ്പുകൾ ബിൽഡപ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംഭാവന ഓഫ് കോഴ്സ് അദ്ദേഹം ഡെലിവർ ചെയ്തു. ഇന്ത്യ ആ ഒരു സ്കോർ ബേസിലാണ് ഇന്ത്യ ടോട്ടൽ സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ കോഹ്ലിയിലേക്ക് വരുന്നതിന് മുന്നേ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. 3 വിക്കറ്റ് പോകുന്നു, സൂര്യകുമാറും പോകുന്നു. 33 റൺസിനാണ് 3 വിക്കറ്റ് പോകുന്നത്. പിന്നീട് അടുത്ത വിക്കറ്റ് പോകുന്നത് 104-ലാണ് 4ാമത്തെ വിക്കറ്റ്. 13.2 ഓവറിലാണ് 4ാമത്തെ വിക്കറ്റ് പോകുന്നത്.
ആ സമയത്ത് അഷ്കർ പട്ടേൽ, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അഷ്കർ പട്ടേൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ ഈ സമീപകാലത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ്. എല്ലാ ഫോർമാറ്റിലും വിശ്വസിക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് അഷ്കർ പട്ടേലാണ്. പക്ഷേ അഷ്കർ പട്ടേൽ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണ്ട പരിഗണന പുള്ളിക്ക് ആരും കൊടുക്കുന്നില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം നമ്മുടെ വൺ ഡേ വേൾഡ് കപ്പ്, ഒരു 6 മാസം മുന്നെയാണ് വൺ ഡേ ഏകദിന വേൾഡ് കപ്പ് നടന്നത്. അഷ്കറിനെ ആ ടീമിലുണ്ടായിരുന്നു. എന്താ ചെറിയ പരിക്ക് കാര്യങ്ങൾ വന്നു, പരിക്ക് ക്യൂർ ആയപ്പോഴേ തിരിച്ചെടുത്തില്ല ടീമിലേക്ക്. ടീം സെലക്ഷൻ ഉണ്ടായിരുന്ന സ്ക്വാഡിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷേ എടുത്തില്ല. ചിലപ്പോൾ ആ സമയത്ത് വേറെ നല്ല സെറ്റ് ടീം ഡെവലപ്പായി വന്നതുകൊണ്ടായിരിക്കാം. എങ്കിലും കുഴപ്പമില്ല, അത് ഫൈനൽ വരെ എത്തിയ ടീമാണ്, നമ്മൾ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അഷ്കർ ആ ടീമിന്റെ ഭാഗമായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാര്യം ആ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒത്തിരി കളികൾ, ടെസ്റ്റിൽ, 20-ൽ, വൺ ഡേയിൽ പല മെയിൻ താരങ്ങളും പരിക്ക് പറ്റിയും റെസ്റ്റ് എടുത്തും ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിന്നപ്പോൾ അഷ്കർ ഈ എല്ലാ ഫോർമാറ്റിലും ഇറക്കി വിജയിച്ചൊരു താരമാണ്. നല്ല ഫീൽഡറാണ്, നല്ല ബാറ്റ്സ്മാനാണ്, വിശ്വസനായ ബാറ്റ്സ്മാനാണ്. ഇന്ന് ഇന്ത്യൻ ടീമിൽ ഏറ്റവും വിശ്വസനായ ബാറ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അഷ്കർ പട്ടേലിനെ പറയുള്ളൂ. സെക്കൻഡ് ഞാൻ പറയുന്നത് ഹാർദിക് പാണ്ഡ്യനെ പറയുള്ളൂ. കാര്യം തുടർച്ചയായിട്ട് വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അഷ്കർ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അഷ്കർ അല്ല അക്സർ പട്ടേലാണ് ശരി, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ആ ഒരു ഫ്ലോയ്ക്ക് അവിടെ തടസ്സം ഇടുവാൻ, വിക്കറ്റ് പോകാണ്ട് അവിടെ നിൽക്കും. കാര്യം അങ്ങനെ ഒരു മൈൻഡ് സെറ്റും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇവരുടെ രീതികൾ. രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സ്കില്ലും ഉണ്ട്, എല്ലാ ഷോട്ടുകളും ചൂസ് ചെയ്യാൻ അറിയാം, നല്ല ഓൾറൗണ്ടേഴ്സാണ്, നല്ല ഫീൽഡേഴ്സാണ്. ഹാർദിക് പാണ്ഡ്യ സെമിയിലൊക്കെ എടുത്ത ആ തേർഡ് മാൻ പോയിന്റ് അല്ല, ഔട്ട് സൈഡ് സ്ലിപ്പിൽ നിന്നെടുത്ത ക്യാച്ച് അത് അടിപൊളിയാണ്. അഷ്കർ മേലെ ആ 6 പോകേണ്ടത് ഡൈവ് ചെയ്ത് പിടിച്ചത്. അപ്പോൾ ഇവിടെ ഫീൽഡിംഗ് കപ്പാസിറ്റി ഒക്കെ ആ റേഞ്ചിൽ വരുന്നതാണ്. എനിവേ ഇന്ത്യക്ക് നല്ല ഭാഗ്യമുള്ള 2 ആൾക്കാരെയാണ് ആ സമയത്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ബാലൻസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ 2 പേരെയും കൂടിയായിരുന്നു. അഷ്കറിനെ പല സ്ഥലങ്ങളിലും പ്രയോഗിച്ച് നോക്കി. ഇപ്പോൾ ആദ്യമേ പാകിസ്ഥാനെതിരെ കളിയാണ്, അഷ്കറിനെ 1 ഡൗണോ 2 ഡൗണോ ഇറക്കി വിട്ടായിരുന്നു. അതിനുശേഷം അഷ്കറിനെ പിന്നെ അതേപോലെ ഒന്ന് പൊസിഷൻ കയറ്റി വിടുന്നത് ഈ ഫൈനലിലാണ്. അതെന്താ അദ്ദേഹം യൂസ് ചെയ്തത് 31 ബോൾ 47 റൺസ്. അതേപോലെ ഒരാളും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, സ്ട്രൈക്ക് റേറ്റ് കയ്യിൽ നിർത്തിയിട്ടില്ല ഈ വേൾഡ് കപ്പ് ഫൈനലിൽ. കോഹ്ലി 76. അപ്പോൾ കോഹ്ലി അതിനുശേഷം പിന്നെ അടുത്ത വിക്കറ്റ് പോകുന്നത് 163 കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്നത്. അപ്പോൾ കോഹ്ലി മൊത്തം ഒരു 120 റൺസ് പാർട്ണർഷിപ്പിൽ കോഹ്ലി പാർട്ണറാണ് ഫൈനലിൽ. അതിൽ 76 റൺസ് കോഹ്ലിയുടെ സംഭാവന. അപ്പോൾ ടോട്ടൽ കോഹ്ലിയുടെ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ബേസ് അവിടെ വന്നു. ടോട്ടൽ ബാറ്റിംഗ് ടീമിന്റെ ബാലൻസിങ് അവിടേക്ക് വന്നിട്ടുണ്ട്. അത് ആസ് യൂഷ്വൽ പ്രഷർ സിറ്റുവേഷനെ പുള്ളി അത് മാനേജ് ചെയ്ത് അവിടെ വരെ എത്തിച്ചു എന്ന് വേണം പറയാം. അത് ഇന്ത്യ ഒത്തിരി ബിഗ് താങ്ക്സ് കോഹ്ലി കൊടുക്കണം. കാര്യം ആ ഫ്ലോ ഓഫ് വിക്കറ്റ് പോകാണ്ട് അവിടെ പിടിച്ചു നിർത്തി പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സീനിയർ പ്ലെയറിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി, ഒരു സിൻസിയറിറ്റി, റെസ്പോൺസിബിലിറ്റി അവിടെ കാണിച്ചു കോഹ്ലി. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ശിവം ദുബൈനെ കുറെ ആൾക്കാർ ദുബൈ ചീത്ത പറഞ്ഞിട്ടിരിക്കണം. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, ഒരാൾ കളിച്ചില്ല അന്നേരം അവന്റെ തന്തയ്ക്കും തലയ്ക്കും വിളിച്ച് സഞ്ജു എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ കരഞ്ഞിട്ടിരിക്കും. ശിവം ദുബൈ കളിച്ച എല്ലാ കളിയും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ഫുഡ് വർക്ക് പുള്ളിക്ക് ഇച്ചിരി മോശമാണ്. ഫുഡ് വർക്ക് ഇല്ലെങ്കിൽ എന്താ അടിയെന്ന് പറഞ്ഞാൽ ശൂന്യാകാശം വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളിനെ പിന്നെ പുതിയ ബോളേഴ്സിനൊന്നും പുതിയ ടീമുകൾക്കൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് പുള്ളി ആ സാഹചര്യം യൂസ് ചെയ്തെന്ന് തന്നെ പറയേണ്ടി വരും. പുള്ളി അത്യാവശ്യം 16 ബോളിൽ 28 ആയതുകൊണ്ട് അങ്ങനെ ഏകദേശം അങ്ങനെ ഒരു 200 സ്ട്രൈക്ക് റേറ്റ് വരുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സമീപകാലത്തിൽ. ഈ കളിച്ച എല്ലാ കളി ആദ്യമേ വലിയ കളിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അടുത്ത റീസെന്റ് ആയിട്ട് ഇന്ത്യ വിജയിച്ച കളികളൊക്കെ പുള്ളി അത്യാവശ്യമൊക്കെ സ്കോർ ചെയ്ത് ആ ഒരു സ്കോറിന്റെ അവസാനത്തെ സ്കോറിംഗ് സെറ്റിന്റെ ഒരു പൊടിക്കൈകളൊക്കെ ഇതല്ലോ അത് പുള്ളി ചെയ്തിട്ടുണ്ട്, മർദ്ദമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോളിംഗിലേക്ക് പുള്ളിനെ അത് യൂസ് ചെയ്തിട്ടില്ല തോന്നുന്നു. പിന്നെ ഓഫ് കോഴ്സ് രവീന്ദ്ര ജഡേജ ഇങ്ങനെ പോകുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. ഓഫ് കോഴ്സ് എടുത്ത് പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. അതിൽ വേണമെങ്കിൽ ഒരു സ്പിൻ ഡോമിനൻസി, സ്പിന്നേഴ്സ് ആണ് കുറച്ച് 8 കളികളിൽ 1-2 കളികൾ കുറച്ച് ഡോമിനൻസി പവർഫുൾ ആയിട്ട് നിന്നത് സ്പിന്നേഴ്സ് ആണെങ്കിൽ പോലും ടോട്ടലി നമ്മുടെ കളികളൊക്കെ വരുമ്പോൾ ഏകദേശം ഫാസ്റ്റും സ്പിന്നും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കളികളാണ്. നമ്മൾ ഫസ്റ്റ് പാകിസ്ഥാനെതിരെയുള്ള കളി തുടങ്ങി ഇങ്ങോട്ട് ഫൈനൽ വരെ ബോളേഴ്സ് ഈക്വലി അവരുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആ കളിയിൽ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു ടീം തന്നെയായിരുന്നു ഇന്ത്യയുടെ എന്ന് പറയേണ്ടി വരും. ഇതിലെടുത്ത് പറയുമ്പോൾ ഈ ഫൈനലിൽ വന്നൊരു ചേഞ്ചസ് എന്ന് എനിക്ക് തോന്നിയത് സ്പിന്നേഴ്സ് എല്ലാം അടിമേടിച്ചിട്ടുണ്ട്. സ്പിന്നേഴ്സ് എല്ലാം അടിമേടിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പം രവീന്ദ്ര ജഡേജ ഒരു 10 അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കുൽദീപ് യാദവും അഷ്കർ പട്ടേലും അടിമേടിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ കഴിയും. 4 ഓവറിൽ 40 റൺസിന് മേലെ 2 പേരും കൺസീവ് ചെയ്തപ്പോൾ തന്നെ പണി പാളിയെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് വരാനുള്ളത് എങ്ങനെയെങ്കിലും ആ മിഡ് ഓവർ കഴിഞ്ഞു, പിന്നെ അടുത്ത മിഡിൽ ഓവർ കഴിഞ്ഞു, അടുത്ത് വരാനുള്ളത് ഫാസ്റ്റ് ബോളേഴ്സ്. അപ്പോൾ ഓൾറെഡി ഫോമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഫാസ്റ്റ് ബോളേഴ്സ് വരുമ്പോൾ ബുംറ എന്തായാലും പിടിച്ചിടുമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പുറ സൈഡിൽ നമ്മുടെ അർഷദീപ് സിംഗിനെ അടിമേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാസ്റ്റ് ബോളിങ്ങിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള സാഹചര്യം വന്നു. ഓഫ് കോഴ്സ് അവരത് ചെയ്തു. 2013 ഹാർദിക് പാണ്ഡ്യനെ വെച്ചിട്ട് ധോണി ചെയ്ത പോലത്തെ പരിപാടി ഈ പ്രാവശ്യം ഹാർദിക് പാണ്ഡ്യനെ വെച്ച് രോഹിത് ശർമ്മ ചെയ്തു. അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. ക്ലാശൻ എന്നാണ് തോന്നുന്നത് പുള്ളിയുടെ പേര്. നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ കുന്തമുന. എപ്പോഴും നമുക്കൊരാൾ നമ്മുടെ എതിരെ ഉണ്ടാവുമല്ലോ, നമ്മൾ അടിച്ചു നിരത്താൻ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർത്ത് ഫൈനൽ ഒരു നെയിൽ ബൈറ്റിംഗ് എൻഡിലേക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുപോകാനുള്ള ഒരാളുണ്ടാവും ഓപ്പോസിറ്റ് ആയിട്ട്. അന്ന് മിസ്ബാ ഉൾ ഹക്കായിരുന്നു 2007 ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ക്ലാശൻ വന്നു. അതേപോലെ തന്നെ ക്ലാശന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ഒരു ക്ലീൻ ഹിറ്ററാണ്, പക്കാ ക്ലീൻ ഹിറ്റർ ബാറ്റ്സ്മാനാണ്. ഈ മൈക്ക് ഹസിക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും ക്ലീൻ ഹിറ്റർ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് ഇന്ന് ലോക ക്രിക്കറ്റുള്ളതിൽ ഈ ചങ്ങായി. ബാറ്റിന്റെ ഫേസ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്, ഫേസ് മാത്രമാണ് പുള്ളി അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും പാളിച്ചകൾ പറ്റിയ ആൾ പെട്ടുപോകും. ആൾ പക്കായിട്ടുള്ള ഡ്രൈവ് ഷോട്ടുകളൊന്നും ഇല്ല. ശരിക്കും ഡ്രൈവേ ഇല്ല മുപ്പണ്ട്. ആ ഡ്രൈവ് എടുക്കേണ്ട ഷോട്ട് ഒരു പുള്ളി അത് ക്ലീൻ ഹിറ്റിലൂടെ 6 അടിക്കുകയാണ്. കാര്യം പുള്ളി നിസാര ബോളുകളിലൊക്കെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അത് തോക്കും, നമ്മുടെ വൺ ഡേ ഏകദിന വേൾഡ് കപ്പിലൊക്കെയാണ് തോക്കും, അല്ലെങ്കിൽ
നിന്ന് പോകുമെന്ന് വിചാരിച്ച പല കളികളും പുള്ളി 60 ബോളിൽ നിന്നൊക്കെ സെഞ്ചുറി അടിച്ചതിൻ്റെ ഒരു 60-70 ബോളിൽ നിന്നൊക്കെ 140 അടിച്ചു വേൾഡ് കപ്പിൽ. അപ്പോൾ അത് പുള്ളി എന്താണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓസ്ട്രേലിയക്കാരെയൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ കളിയിലെടുത്ത പുള്ളി ആ സ്ക്വയർ കട്ടിലെടുത്ത സിക്സും സ്ട്രൈറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ കവർ അല്ലെങ്കിൽ ലോങ് ലെഗ് വിഡോൺ ഈ രീതിയിലൊക്കെ അടിച്ച അടികളൊക്കെ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടാണ് പുള്ളി അടിച്ചത്. പുള്ളി ബാറ്റ് ചലിപ്പിക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നിയിട്ടില്ല. അത് ഫുൾ ഫ്ലോയിലൊന്നും ബാറ്റ് വീശിയിട്ടുമില്ല. പുള്ളി ആ കറക്റ്റ് കണക്ട് ചെയ്യുന്നു. ഈ ക്ലീൻ ഹിറ്റ് പ്രത്യേകത. ക്ലീൻ ഹിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം കിടന്ന് വീശത്തൊന്നുമില്ല. ഇങ്ങനെ സ്വിങ് ചെയ്തൊന്നും ബാറ്റ് വരത്തില്ല. ടിക് 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 മൈക്രോസീലേക്ക് അടിക്കണ്ടില്ല ഇങ്ങനെ ആ രീതിക്കാണ്. അപ്പോൾ ഈ പുള്ളി അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ അടിച്ച് പുള്ളി ഉറപ്പിക്കുകയാണ് സിക്സ് ആണെന്നുള്ളത്. അതായത് ബാറ്റ് തുടങ്ങുമ്പോഴേ പുള്ളി അതിൻ്റെ സിക്സ് ആണെന്നുള്ള റിയാക്ഷൻസ് അവിടെ ഫേസിൽ വന്നു കഴിഞ്ഞു. അത്രേ പുള്ളി ആ ഒരു ഷോട്ടിനുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ചെറിയ സംഭവം കൊണ്ട് ആ ഒരു ഷോട്ടിനെ കംപ്ലീറ്റ് ചെയ്യുവാണ് പുള്ളി. അപ്പോൾ അങ്ങനെ ഒരാളാണ് നിർദ്ദേശിച്ചത്. ആ സമയത്ത് ആ വിക്കറ്റ് തെറിപ്പിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. ആ വിക്കറ്റ് പോയില്ലെങ്കിൽ പണി കിട്ടിയാണ് നമുക്ക്. പുള്ളി നിസ്സാരമായിട്ട് അടിച്ചത്. പിന്നെ എന്തായാലും നല്ലൊരു ചാൻസ് ഇന്ത്യക്ക് വേണ്ടി വിധിച്ചൊരു വേൾഡ് കപ്പാണ്. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഏത് ടീമാണെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ നിർഭാഗ്യം നമുക്ക് അറിയാം. ഇപ്പോൾ ഞാനൊക്കെ കാണാൻ തുടങ്ങി 1996 തുടങ്ങിയാണ്. അന്ന് തുടങ്ങി സൗത്ത് ആഫ്രിക്ക നിർഭാഗ്യമാണ്. അവർ ഏറ്റവും അന്ന് ഇപ്പോഴാണ് എല്ലാ ടീമുകൾക്കും അത്യാവശ്യം 8-9 ഓൾറൗണ്ടേഴ്സ് അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാരൊക്കെ ഉള്ളത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് 96, 97, 98, 99 ആ കാലഘട്ടത്തിൽ തന്നെ 10 ബാറ്റ്സ്മാൻമാരായിട്ട് ഇറങ്ങുന്ന ഒരേ ഒരു ടീം സൗത്ത് ആഫ്രിക്കയാണ്. ഡൊണാൾഡ് മാത്രമേ അവരുടെ ബാറ്റ്സ്മാൻ അല്ലാണ്ടുള്ളൂ. ബാക്കി എല്ലാ ബാറ്റ്സ്മാൻമാരും ഓൾറൗണ്ടേഴ്സിൻ്റെ കുത്തകയായ ഒരു ടീമായിരുന്നു. അവരെന്ത് ചെയ്താലും വിജയിക്കുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടീം സ്പിരിറ്റ് എവിടെയോ ഒരു നിർഭാഗ്യം ആ ടീമിനുണ്ടായിരുന്നു എന്നും. ഓക്കെ, അന്ന് അങ്ങനെ സെമിയിൽ അവർ പോകുന്നു. അതിനുശേഷം ഓരോ പ്രാവശ്യം 2003 അവർ വലുതായിട്ടൊന്നും കാഴ്ചവെക്കുന്നില്ല. 2007 ഇതേപോലെ സെമിയിൽ ഓസ്ട്രേലിയയായിട്ട് പോകുന്നു, അടിച്ചിരുന്നു, ഓസ്ട്രേലിയ അടിച്ചു ഓടിക്കുന്നു. 2007 തന്നെ നമുക്ക് 2020 ഇന്ത്യ സെമിയിലാണ് അവർ അടിക്കുന്നത്. സെമിയിലല്ല, അതിന് പ്രീ ക്വാർട്ടറിൽ അടിക്കുന്നു. 2011 വേൾഡ് കപ്പിൽ അവരൊന്നും ചെയ്യാണ്ട് പോകുന്നു. 13 പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ടീമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ഫൈനലിൽ എത്തുന്നത് ആദ്യമായിട്ടാണ്. സൗത്ത് ആഫ്രിക്കൻ ടീം ലോക ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ ചരിത്ര സംഭവമാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തു ആ ടീമിനോട് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ആ ടീമിനോട് ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്ത്യ കപ്പെടുത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് എടുക്കുക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക എടുക്കുക. ഈ ഒരു മനസ്സാണ് പൊതുവെ ഇന്ത്യൻസിനുള്ളത്. നമുക്കത് തന്നെയാണ്. പക്ഷേ അവർ നമുക്കേറെ വന്നുകൊണ്ട് മാത്രമുള്ള ഒരു പരിഗണിക്കായിക മാത്രമേ നമുക്കുള്ളൂ. അല്ലെങ്കിൽ അവരെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു ടീമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി കളിക്കാരുള്ള ടീമാണ്. അപ്പോൾ അവസാന നിമിഷം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചത് ആ ടീം ഒരു സൗത്ത് ആഫ്രിക്കൻ ടീം ആയതുകൊണ്ട് മാത്രമാണ്. വേറെ ഏതെങ്കിലും ടീമായിരുന്നെങ്കിൽ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയേനെ. അതിൽ ഇപ്പോൾ ഏത് ടീമാണെങ്കിലും ഇപ്പോൾ ഏത് ഏഷ്യൻ ടീമാണെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും അവർ തട്ടിമുട്ടിയൊക്കെ ജയിച്ചു ഇന്ത്യക്കാർ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കാരെ പിന്നെ പറയണ്ട, ഇംഗ്ലണ്ട് ആണെങ്കിലും പറയണ്ട. ഇംഗ്ലണ്ട് പണ്ട് 2013 ഇതേപോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമുക്ക് ഇതേപോലെ ഒരു നെയിൽ ബൈറ്റ് ഇവന്റ് ആയിരുന്നു. അന്ന് അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് കളി തെറിച്ചു പോകുന്നൊക്കെ വിചാരിച്ച സമയത്ത് നമ്മളെ തിരിച്ചു പിടിച്ചൊരു കളിയായിരുന്നു. ഏകദേശം അതിന് സമയമായിട്ടുള്ള കളി തന്നെയാണ് ഇന്നലെ നടന്നത്. നമ്മളത് തിരിച്ചു പിടിച്ചു. പിന്നെ ഇതൊക്കെയാണ് ടോട്ടൽ ഗെയിമിന്റെ കാര്യങ്ങൾ വരുന്നത്. അടുത്തത് പറയാനുള്ളത് നമ്മുടെ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ ലാസ്റ്റ് മത്സരം തന്നെയാണ് കോച്ചായിട്ടുള്ളത്. അടുത്തത് പറയാനുള്ളത് നമ്മുടെ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ ലാസ്റ്റ് മത്സരം തന്നെയാണ് കോച്ചായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ടീം നല്ല ടീമായിരുന്നു. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, രാഹുൽ ദ്രാവിഡ് കോച്ച്. നമുക്ക് 2 ഫൈനലിലെത്തി നമ്മൾ. പുള്ളിയുടെ വിരമിക്കലാണ്. അപ്പോൾ ഈ രാഹുൽ ദ്രാവിഡിന്റെ ഒരു കാര്യം എനിക്ക് ഇന്നലെ പുള്ളി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് പുള്ളിയുടെ ഒരു മാനറിസം, പുള്ളി ആ ഇമോഷണൽ എങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ്, കപ്പ് കിട്ടിയതിനുള്ള എക്സൈറ്റ്മെന്റ്, സന്തോഷം, ഇത് പുള്ളി എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ കളിക്കളത്തിൽ ദ്രാവിഡിനെ ഒരു പരിധി വിട്ട് കണ്ടിട്ടില്ല. ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യം പുള്ളി വളരെ ക്വയറ്റായിട്ടുള്ള മനുഷ്യൻ. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് കുറച്ചാൾ മുന്നേ ഒരു പരസ്യം ഇറങ്ങി. പുള്ളി ഭയങ്കര വൈൽഡായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു പരസ്യം. എങ്ങനെ ശരിക്കും നമ്മൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം നമ്മൾ പണ്ട് തുടങ്ങി ഒബ്സർവ് ചെയ്യുന്ന ഒരു വൻമതിൽ, ഒരു കാമാൻ കോയിട്ടുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ ദ്രാവിഡ്. പുള്ളിനെ ഒരു പരസ്യത്തിൽ അങ്ങനെ ഉപയോഗിച്ചപ്പോൾ തന്നെ നമ്മളെക്കാൾ എക്സൈറ്റ്മെന്റ് ആയ ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി. അന്നത്തെ ആ പരസ്യത്തിനെ പറ്റി എവിടെയോ ഫേസ്ബുക്കിൽ എവിടെയോ കുറിച്ച് എഴുതിയ ഞാനിപ്പോൾ അത് ഓർക്കുന്നുണ്ടായ കാര്യം. അത്രയും വിരാട് കോഹ്ലി ഹാപ്പി ആയിരുന്നു ദ്രാവിഡിനെ അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് കണ്ടപ്പോൾ, ഒരു പ്ലേസ് ചെയ്ത് കണ്ടപ്പോൾ. ഭയങ്കര വൈൽഡായിട്ടുള്ള ദ്രാവിഡ്, അടിച്ചു പൊളിക്കുന്നു, ആഘോഷിക്കുന്നു, തല്ലുന്നു. ഓക്കെ, അത് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം ഇന്നലെ വിരാട് കോഹ്ലി ആ കപ്പ് എടുത്തത് ദ്രാവിഡിന് കൊടുത്തു. ദ്രാവിഡ് അതുകൊണ്ട് ഇങ്ങനെ കാണിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ശരിക്കും കോഹ്ലി അവിടെ നിന്ന് അത് എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കാണാം. കോഹ്ലി പറഞ്ഞു തന്നെ കൊടുത്തതാണ് ഇതൊന്ന് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പുള്ളിയുടെ ആ സന്തോഷം, പുള്ളി എന്തായാലും അത് ആത്മാർത്ഥമായിട്ട് ഭയങ്കരമായിട്ട് പുള്ളി അത് സന്തോഷം പുള്ളി കാണിച്ചു. പിന്നെ രാഹുൽ ദ്രാവിഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ മുത്താണ്. പുള്ളി കളിച്ച കാലത്തും അടിപൊളിയാണ്. പുള്ളി ഇപ്പോൾ യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വേണ്ട ക്ലാസ് കൊടുത്ത് അവരുടെ ഒരു ബ്രദറിനെ പോലെയാണ് അവരെല്ലാവരും കൊണ്ടു നടക്കുന്നത്. അത് പുള്ളിനെ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്നലെ പുള്ളിനെ എടുത്ത് പൊക്കിയിടുന്നത്, പുള്ളി വേണ്ട എന്നൊക്കെ പറയുന്നെങ്കിലും എടുത്ത് പൊക്കിയിട്ട് ആഘോഷിച്ചത് പുള്ളിയുടെ അത്ര താല്പര്യമാണ് എല്ലാ കളിക്കാർക്കും. പുള്ളി ആരോടും ഒരു പ്രത്യേക വിദ്വേഷ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പിള്ളേരുടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും യങ്സ്റ്റേഴ്സിനെ ഒരു പരാതി ഇല്ലാണ്ട് യങ്സ്റ്റേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ ദ്രാവിഡിനെ പോലെ വേറൊരു ആളില്ല. വേറൊരു കോച്ചും ഇല്ല, വേറൊരു ടീച്ചറും ഇല്ല, വേറൊരു ജ്യേഷ്ഠനും ഇല്ല, വേറൊരു ഫാദറും ഇല്ല. വേണമെങ്കിൽ എല്ലാ രീതിക്കും നമുക്ക് പുള്ളിനെ പ്രതീക്ഷ ചെയ്യാം. അപ്പോൾ അവരെല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് വിരമിക്കുകയാണ്. രവീന്ദ്ര ജഡേജ വിരമിക്കൽ പറഞ്ഞിട്ടുണ്ട്, വിരമിച്ചു 2020.
രോഹിത് ശർമ്മ വിരമിക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു ശരിക്കും. രോഹിത് ശർമ്മയുടെ ആക്സസ് എജാതി ആക്സസ്, പുള്ളി നിസാരമായിട്ട് അവിടെ റൺസ് അടിച്ചു കൊടുക്കുന്നത്, തൊടുന്നതൊക്കെ സിക്സും. അതിനുള്ളൊരു ബാറ്റിംഗ് സ്റ്റൈലാണ് പുള്ളിയുടെ. പുള്ളി എത്ര കാലം കഴിഞ്ഞാലും ഞാൻ പറയണത്, പുള്ളി ഏത് കാലഘട്ടത്തിലും പുള്ളിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പുള്ളി ഇതേപോലെ ബാറ്റ് ചെയ്യും. കാര്യം അതൊരു ടാലൻ്റാണ്. ഓക്കെ, പുള്ളി ഫിറ്റാണോ ഇല്ലയെന്ന് മാത്രമേ ഒരു വിഷയമുള്ളൂ. ഫിറ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ കാലിനൊന്നും വലിയ പ്രശ്നമില്ലെങ്കിൽ പുള്ളിനെ പൊക്കി എടുത്തിട്ട് പോയി ക്രീസ് ചേർത്തി കഴിഞ്ഞാൽ ആ ബാറ്റ് കൊടുത്താൽ പുള്ളി ഇപ്പോൾ കളിക്കുന്ന പോലെ തന്നെ കളിക്കും. അത് അങ്ങനത്തെ ഒരു ബാറ്റിംഗ് രീതിയാണ്. ഓക്കെ, അതൊരു ടാലൻ്റാണ്. അത് അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ ധോണി അന്ന് അവസരങ്ങൾ കൊടുത്തത്. ഇപ്പോൾ 2007 പുള്ളിനെ കൊണ്ടുവരുമ്പോൾ അന്ന് മിഡിൽ ഓർഡറിൽ ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഈ പുള്ളിനെ കൊണ്ടുവരും. പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഇങ്ങനെ തഴഞ്ഞു കുഴഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ്. പുള്ളി അന്ന് അടിക്കുന്ന അടിയൊക്കെ ജസ്റ്റ് 6 ആണ് പോയത്. 2007 വേൾഡ് കപ്പിൽ നിങ്ങൾ കണ്ടറിയാം, ജസ്റ്റ് ആ ബൗണ്ടറി ക്രോസ് ചെയ്ത 6 ആണ്. ഇപ്പൊ പുള്ളി കുറച്ചൊക്കെ പവറൊക്കെ അങ്ങോട്ട് വെച്ചു. ഇപ്പൊ അടിക്കുന്ന അടി എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ മെഗാ 6 ഒക്കെ ആവും. അതാണ് ഇതിൽ വന്ന വ്യത്യാസം. പക്ഷെ കളി ആ ബാറ്റിംഗ് ശൈലി അന്ന് ഇന്നും ഒന്ന് തന്നെ. ധോണി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ധോണി എന്ന ആ ടീമിൽ ഇറക്കിയത്. ഒരു മുൻധാരണ ഇല്ലാണ്ട്, ഒരു ട്രഡിഷൻ പോലും ഇല്ലാണ്ടാണ് ഈ പ്ലെയിനൊക്കെ അന്ന് ടീമിൽ ഇറക്കുന്നത്. പുള്ളി അന്ന് അവസാനം അടിച്ച 15 ബോളിൽ നിന്ന് 30-29 റൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിജയത്തിന്റെ നിർണായകമായിരുന്നു. പിന്നെ നല്ല ഫീൽഡറാണ്. രോഹിത് ശർമ്മയുടെ കൈകൾ ചോരാറില്ല. കഴിഞ്ഞ ദിവസം അവിടെ മെഡൽ സെറമണിയുടെ അകത്ത് പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുൽദീപ് യാദവിനെ പറ്റി പറഞ്ഞത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആണ്. ശരിയാണ്, പോസിറ്റീവ് ബോഡി ലാംഗ്വേജിന്റെ ആശാനാണ് കുൽദീപ് യാദവ്. ഏത് സിറ്റുവേഷൻ വന്നാലും, കളി തോറ്റാലും ഇല്ലേലും, കളി തോക്കുമെന്ന് ഉറപ്പുണ്ടേലും കുൽദീപ് യാദവിന്റെ ബോഡി ലാംഗ്വേജ് പോസിറ്റീവാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. അത് കറക്റ്റാണ്, അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റാണ്. പിന്നെ ചോർച്ചയില്ലാത്ത കൈയാണ് രോഹിത് ശർമ്മയുടെ. കണ്ടാൽ മടിയനാണ്, കുഴി മടിയനാണ്, മന്തപ്പനാണെന്നൊക്കെ തോന്നും, എങ്കിലും ചോർച്ചയില്ലാത്ത കൈകളാണ്. അതായത് പറഞ്ഞു വരുന്നത് ഫീൽഡിങ് കൂടിയാണ്. ബാറ്റിംഗ് ഒക്കെ പുള്ളി പ്രൂവ്ഡാണ്. നമ്മൾ ഈ പുള്ളിനെ കാണുമ്പോൾ വിചാരിക്കും പുള്ളി ഫീൽഡിങ് മോശമാണ്, ഇങ്ങനെ തഴഞ്ഞു. ഒന്നുമല്ല, എല്ലാ ക്രിക്കറ്റ് എന്നുള്ള ഗെയിമിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ഫിസിക്കൽ, സാധാരണ നമ്മൾ ഒരാളെ കാണുന്നതിന്റെ അപ്പുറമാണ് പുള്ളിയുടെ രീതികൾ, ബിഹേവിയർ. അപ്പൊ അങ്ങനെയാണ് പുള്ളി ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ പുള്ളി ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇതൊക്കെ കളിച്ചു തന്നത്. പുല്ല് അവിടെ നിന്ന് നിലത്ത് പിച്ചിന്റെ ഒരു ഭാഗം ചെറിയൊരു മണ്ണൊക്കെ എടുത്ത് ചവയ്ക്കുന്നതും അവിടെ കിടന്ന് കാണിക്കുന്ന പരിപാടികളും എല്ലാം വളരെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഇന്നൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നതല്ല. എത്ര മില്യൺ വ്യൂസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വേറെ പറയാനുള്ളൊരു കാര്യം, എല്ലാ ആൾക്കാരും വൈഫും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് വേൾഡ് കപ്പ് ആഘോഷിക്കുന്നു. രോഹിത് ശർമ്മ മെസ്സിനെ അനുകരിച്ചില്ല, മെസ്സി നടക്കുന്ന പോലെ വേൾഡ് കപ്പ് സ്വീകരിക്കാൻ, കപ്പ് വാങ്ങിക്കാൻ ലിഫ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നതൊക്കെ നടത്തം ഇങ്ങനെ മെസ്സി മറ്റേനത് കാണിക്കുന്ന പോലെ. ഫിഫേന്റെ ആ ഫേസ്ബുക്ക് പേജിലും അവർ ഈ രോഹിത് ശർമ്മേന്റെ മെസ്സിനെയും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ആ നടത്തത്തിന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതായിട്ട് കണ്ടു. പിന്നെ അതേപോലെ BCCI 125 കോടിയാണ് ടോട്ടൽ വിന്നർ പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ഒരു വാർത്ത കണ്ടു. അതേപോലെ എല്ലാ ആൾക്കാരും ഇപ്പൊ രോഹിത് ശർമ്മ കിടക്കാൻ നേരത്ത് മെസ്സി അവിടെ കാണിച്ച പോലെ ലോകകപ്പും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, മെംസ് ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഒത്തിരി വിമർശനങ്ങൾ ഞാനൊക്കെ നമ്മുടെ മറ്റേ പേജിൽ, ക്രിക്കറ്റ് കേരള എന്ന് പറഞ്ഞ പേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് പുള്ളിനെ ഇത്രയും വിമർശിച്ചത് IPLന്റെ പേരിൽ? രോഹിത് ശർമ്മ ഫാൻസും മുംബൈ ഫാൻസും കൂടി ഈ ഹാർദിക് പാണ്ഡ്യനെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ വല്ല കാര്യമുള്ളതാണ്. അവന് കഴിവില്ലാത്തവരുത്തനല്ല, അവന് നല്ല കഴിവുള്ളവരുത്തനാണ്. അവന് തീരുമാനം എടുക്കാനും ടീമിനെ വിജയിപ്പിക്കാനും അറിയാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് IPL ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ അവനൊരു കപ്പ് എടുത്തു, സെക്കൻഡിൽ അവൻ ഫൈനലിൽ എത്തിയില്ലേ, പൊട്ടനായതുകൊണ്ടല്ലോ. അപ്പോൾ അവനറിയാൻ പരിപാടികൾ, വെറുതെ ഇങ്ങനെ കുറേ ആൾക്കാർ അവനെ കുറ്റം പറഞ്ഞു. ഇപ്പോൾ അവൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതായത് വേൾഡ് കപ്പ് എല്ലാവരും ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇടുമ്പോൾ, കപ്പുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ടപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഇട്ടിരിക്കുന്ന ഒരു കപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മാറി നിന്ന് ആരും ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് പുള്ളിയുടെ വൈഫ് ഡിവോഴ്സ് ആയെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ എനിക്ക് തോന്നിയൊരു ഫാമിലി ഡിവോഴ്സ് ആകും എന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ സംശയം തോന്നിയൊരു കാര്യമാണ് ഈ ഹാർദിക് പാണ്ഡ്യന്റെ കാര്യം. പുള്ളി വന്നത് ഏറ്റവും താഴെ തട്ടിന്ന് വന്നൊരാളാണ്. അതിൻ്റെതായിട്ടുള്ള ചില ബിഹേവിയർ പ്രോബ്ലംസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ഹാർദിക് പാണ്ഡ്യക്ക് പിന്നെ ഉണ്ട്. ഈ പുള്ളിയുടെ അനിയച്ചാരോ അവരുടെ പേരാണ് കൃണാൽ പാണ്ഡ്യ, ലോക കച്ചറയാണ്. അതിലെപ്പോഴൊന്നും പറയാനില്ല, സ്വഭാവത്തിൽ ലോക കച്ചറയാവൻ. അങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം ഹാർദിക് പാണ്ഡ്യ അങ്ങനെ ഒരു സംഭവത്തിൽ. കാര്യം ഒരു ടോക്ക് ഷോയിൽ KL രാഹുലും ഹാർദിക് പാണ്ഡ്യ ഉള്ള ഒരു ടോക്ക് ഷോയിൽ കുറച്ചു കാലം മുന്നേ ഇവൻ സെക്സ് ചെയ്തിട്ടുള്ള ലേഡീസിന്റെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവൻ ഇതേപോലെ സെക്സ് ചെയ്യാൻ പോയ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ അവിടെയുണ്ട്. ആ ഷോ തന്നെ ആൾക്കാർ തെറിയോട് തെറിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുന്ന ഒരാൾ, പക്ഷെ അതിനുശേഷം പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ എവിടെയൊക്കെയാണ് മാറ്റങ്ങളുണ്ട്. പക്ഷെ പുള്ളി ഒത്തിരി മാറാൻ ശ്രമിക്കുന്നുണ്ട്, മെച്ചൂരിറ്റി നല്ല രീതിയിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വൈഫൊക്കെ പോലുള്ള ചിലപ്പോൾ കാരണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും, പുള്ളിയുടെ ഒരു ഇങ്ങനത്തെ രീതിയിലുണ്ടായിരിക്കും. എനിക്ക് തോന്നിയായിരുന്നു നേരത്തെ പുള്ളിക്ക് ഒരു മിസ്മാച്ചിങ് ആയിരുന്നു പുള്ളിയും വൈഫായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം കണ്ടു. പുള്ളിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, പുള്ളിക്ക് ഇത്ര കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, വൈഫ് പോയി,
ആൾക്കാരുടെ തെറി കേട്ടു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഈ വേൾഡ് കപ്പിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ എഴുതിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നഷ്ടം വന്നിട്ടുണ്ട്. അതൊരാൾ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ മത്സരം തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ ജസ്പ്രീത് ബുംറയുടെ ബോൾ. ഓഫ് കോഴ്സ് നമുക്കറിയാം പുള്ളി ഈ സമീപകാലത്ത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതി, ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ബോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് പോകണ്ടേ. പക്ഷേ അത് സഹീർ ഖാൻ ഒത്തിരി കാലമായിട്ട് ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ടെങ്കിലും സഹീർ ഖാൻ 2011 വേൾഡ് കപ്പിൽ എറിഞ്ഞതുപോലെ അദ്ദേഹം ചരിത്രത്തിൽ എറിഞ്ഞിട്ടില്ലായിരുന്നു. കാര്യം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നേക്കാളും മേലെയായിരുന്നു അവിടെ ബ്രേക്ക് ത്രൂ വന്നിരുന്നത്. അത് ഭയങ്കര സംഭവമായിരുന്നു. അതൊരു വൈബ്, അത് ഒരു പോയിന്റിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതേപോലെയായിരുന്നു ജസ്പ്രീത് ബുംറയുടെ ഈ കളി. കറക്റ്റ് ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്തു. എപ്പോഴൊക്കെ വന്നോ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അത് കറക്റ്റായിട്ട് ഒരിക്കലും പാളി പോകാണ്ട് അത് കറക്റ്റായിട്ട് ആ വിന്നിങ് ഇതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരാളാണ് സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ് ഒത്തിരി ക്യാച്ച് എടുക്കുന്നുണ്ട്, ഒത്തിരി നമ്മളിപ്പോൾ ഇന്നലത്തെയാണ് കണ്ടത്. പുള്ളി അല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബൗണ്ടറിയിലൊക്കെ എത്ര ക്യാച്ച് എടുക്കുന്നു, ഫ്ലിപ്പിൽ നിന്ന് ക്യാച്ച് എടുക്കുന്നു. നല്ലൊരു ഫീൽഡറാണ് സൂര്യകുമാർ യാദവ്. എനിക്ക് എപ്പോഴും ഒരു ശിഖർ ധവാനെ പോലെ തോന്നാറുണ്ട്. എപ്പോഴും ഓടി നടന്ന് ഇങ്ങനെ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെ ഓടി നടന്ന് ഇങ്ങനെ ക്യാച്ച് എടുത്തിട്ടിരിക്കും. അറിയുമ്പോൾ ശിഖർ ധവാൻ ഇപ്പോൾ എവിടെയാണ്, വിരമിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ അവിടെ ഉണ്ടോ ആർക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ എടുത്ത ക്യാച്ച് എന്ന് പറയുന്നത് ഭയങ്കര നിർണായകമാണ്. അത് ക്രോസ് ബാറ്റിംഗ്. നമ്മുടെ മിസ്ബാ ഉൾ ഹക്ക് വേൾഡ് കപ്പ് ഫൈനലിൽ മിസ്ബാ ഉൾ ഹക്ക് ജോഗിന്ദർ ശർമ്മേനെ ആ ഫുൾ ടോസ് ബോളെ ക്രോസ് 6 അടിച്ചില്ലേ, ആദ്യത്തെ ബോൾ വേൾഡ് കപ്പ് ഫൈനലിൽ 2007. അതേപോലത്തെ ഒരു ഷോട്ട് തന്നെയായിരുന്നു ഇവിടെയും പ്രയോഗിച്ചത്. പക്ഷേ സൂര്യകുമാർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് മനസ്സിനെ കോർഡിനേറ്റ് ചെയ്ത് വളരെ എന്ന് വെച്ചാൽ ആ ലക്ഷ്യം മറക്കാണ്ടത് പുള്ളി അത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ആ ക്യാച്ച് എടുത്തു. ഭയങ്കര ബാലൻസിങ് ആവശ്യമുള്ളത്, ഭയങ്കര കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു ഫീൽഡിംഗ് ആണ്, ഒരു ക്യാച്ചാണത്. പുള്ളി അതവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്, സമ്മതിച്ചിരിക്കണം. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് ആ 6 പോയാൽ പിന്നെ പണി പാളിയാണ്. കാര്യം മില്ലർ ദ കില്ലർ എന്നുള്ളത് ഒരു വാചകം നമ്മൾ കുറേ കാലം IPL കേട്ടിട്ടിരിക്കുന്നതാണ്. ആ IPL കഴിഞ്ഞിട്ടും പുള്ളിക്ക് വലിയ മാറ്റമൊന്നുമില്ല. പുള്ളി ആ IPL നിന്ന് കിട്ടിയ ലേബലി അന്ന് തുടങ്ങി ഇന്ന് വരെ പുള്ളിക്ക് ഒരു മാറ്റമില്ല. ആ മില്ലർ കില്ലർ തന്നെയാണ്. പുള്ളി നിന്നിരുന്നെങ്കിൽ കളി തോറ്റേനെ. ഓക്കെ, ആ ഒരു ഫീൽഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ വിജയത്തിൽ. പിന്നെ ഓഫ് കോഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇനി കളിക്ക് ഇറങ്ങാത്ത ആൾക്കാർ, സഞ്ജു സാംസൺ കളിക്ക് ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ജയ്സ്വാൾ കളിക്ക് ഇറങ്ങിയിട്ടില്ല, മുഹമ്മദ് സിറാജ് ഇറങ്ങിയിട്ടില്ല. സിറാജിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം സിറാജ് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് കാര്യം ആ സിൻസിയറിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു അധ്വാനം കൊണ്ടാണ് പുള്ളി കയറി വന്നത്. സിറാജ് കളിക്കാനില്ലെങ്കിൽ പോലും ജസ്പ്രീത് ബുംറയുടെ ആരാധകനാണ്. ജസ്പ്രീത് ബുംറയ്ക്ക് ഒത്തിരി ആരാധകരുണ്ടെങ്കിൽ പോലും ക്രിക്കറ്റിൽ ഏറ്റവും വലിയ ആരാധകൻ ഞാൻ കണ്ടിരിക്കുന്നത് സിറാജാണ്. സിറാജ് എന്തൊക്കെയോ വാക്കുകളാണ് ബുംറയെ പറ്റി പറയുന്നത്, അത്രയും ജീവനാണ് തോന്നുന്നു. പിന്നെ ഇവർ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, അതിൻ്റെ ഒരു ഐക്യം വേറെ ഉണ്ടാവും. അപ്പോൾ സിറാജ് വളരെ സാധാരണ കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കണമല്ലോ. പക്ഷേ ഇത് പുള്ളി കളിക്കാൻ ഇറങ്ങിയത് പോലത്തെ ഒരു ആഹ്ലാദവും കാര്യങ്ങളും പുള്ളിയുടെ ബോഡി ലാംഗ്വേജിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഇന്നലെ സംസാരിക്കുന്ന രീതികളിലുണ്ടായിരുന്നു. അതാണ് സിറാജിന്റെ സിൻസിയറിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് സിറാജിന്റെ കാര്യങ്ങൾ. അപ്പം മൊത്തത്തിൽ നമ്മുടെ ദിലീപ് സാറാണ് കോച്ചിങ്. ഇപ്പം നമ്മുടെ ആ ഒരു ഇന്ത്യൻ ടീമിന്റെ ഒരു പേജിൽ തന്നെ മെഡൽ സെറിമണി എന്ന് പറഞ്ഞ ഒരു ആഘോഷമുണ്ട്, കളിയുടെ വ്യത്യാസം. അത് നമ്മുടെ വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പ് തുടങ്ങി ഇങ്ങോട്ടും അത് കാണിക്കുന്നുണ്ട്, എല്ലാ കളിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളിയാണ്. പുള്ളിയാണ് ട്രോഫി കൊടുക്കണം, അതിൻ്റെ ഒരു മെഡൽ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊണ്ടും പെർഫെക്റ്റ് ആയ ഒരു ടീം കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തു. ദ്രാവിഡ്, രോഹിത്, ദിലീപ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടീം, അവരൊരു നല്ല ടീം തന്നെയായിരുന്നു. എല്ലാവിധ കാര്യങ്ങളും അവർ ഈ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉമ്മ കൊടുക്കുന്നതും എടുത്ത് പൊക്കണതും, കോഹ്ലി ആയിട്ട് ആലിംഗനം ചെയ്യുന്നതും, കോഹ്ലി ഫാമിലിനെ വീഡിയോ കോൾ ചെയ്ത് മോളെയാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും, ഉമ്രയുടെ വൈഫ് ഒരു ആങ്കർ കൂടിയാണെന്ന് തോന്നുന്നു, റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ഏതാ ചാനലിൻ്റെ, അവരവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു അവരുമായിട്ട് കെട്ടിപ്പിടിക്കുന്നതും. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. രോഹിത്തിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അവർ അതേപോലെ ദ്രാവിഡുമായിട്ട് ഇവരെല്ലാവരുടെയും ഹഗ് ചെയ്യണതും ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ സൂര്യകുമാർ യാദവിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരുടെയും വൈഫ് ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലാം കൊണ്ടും വളരെ കളർഫുൾ ആയിട്ടുള്ള ഇന്ത്യ ജയിച്ചാലുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. കാര്യം ലോകത്തെല്ലായിടത്തുള്ള സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറയും. അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വേറെ ഏത് ടീമിന് കിട്ടണേക്കാളും ഫേസ്ബുക്ക് റീച്ച് ICCയുടെ പേജുകളിൽ പോലും കിട്ടിയിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ 140 കോടിയുണ്ട്, പിന്നെ നമുക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്തം കൂടിയാണ്. അതും പോരാഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളുണ്ട്. പിന്നെ പറയണ്ടല്ലോ, എല്ലാ മൂലയ്ക്ക് മുക്കിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എറിഞ്ഞിട്ടിരിക്കുകയാണ്. കളി ജയിച്ചു അടിപൊളി ഹഗിങ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടന്നു. പിന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരു ക്രിക്കറ്റ് ഫോർമാറ്റിൽ നിന്ന് പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. കാര്യം ക്രിക്കറ്റിൻ്റെതായിട്ടുള്ള ക്രിക്കറ്റ് കാണാനുള്ള സമയങ്ങൾ, ആ ആസ്വാദന നിലവാരം കുറഞ്ഞു. ഞാനൊക്കെ ക്രിക്കറ്റിൻ്റെ പ്രാന്ത്, ഇന്നലെ കളി തോറ്റിരുന്നത് ഞാൻ ശരിക്കും അവസാന ഓവറൊക്കെ ഇപ്പോൾ കളി കണ്ടിട്ടില്ല. നമ്മൾ ഒത്തിരി കാലമായിട്ട് ഈ ഫൈനൽ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒത്തിരി വിഷയം ഉണ്ടാവില്ല. എൻ്റെ മനസ്സിൽ നില തന്നെ എനിക്ക് ഉറക്കം കിട്ടാറില്ല ശരിക്കും. അല്ലെങ്കിൽ പിന്നീട് എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, സോഷ്യൽ മീഡിയ തുറക്കാനും താല്പര്യമില്ല. ഞാൻ അന്നൊക്കെ ഏകദേശം 2 ആഴ്ചയോളം
സോഷ്യൽ മീഡിയ അടച്ച് പൂട്ടി വീട്ടിയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആ വേൾഡ് കപ്പ് നമ്മുടെ ഏകദിന വേൾഡ് കപ്പ് ഫൈനലി നമ്മൾ തോറ്റപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല, മൊത്തത്തിലൊരു വെറുപ്പ് എന്നോട് തന്നെ തോന്നിയിട്ടുണ്ട്. അത് ക്രിക്കറ്റ് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് പണ്ട് തുടങ്ങി അങ്ങനെയാണ്, ഒരു ഒബ്സഷനാണ്. അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചു, ഇതും തോറ്റു, മാനസികമായിട്ട് തയ്യാറെടുക്കണമല്ലോ നമ്മൾ ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ കണ്ടു കുറച്ച് നോക്കിയപ്പോൾ സ്കോർ ബോർഡ് നോക്കണപ്പോൾ ഇങ്ങനെ പൂത്തികൾ പോകുന്ന ഒരു ഇതൊക്കെയാണ് കാണുന്നത് ഗൂഗിളിൽ. അപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെയോ സംഭവം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെയാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വിജയം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗത്ത് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ദുബായിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ഒത്തിരി ആൾക്കാരാണ് തെരുവിൽ ഇറങ്ങി കുട്ടികളെ എടുത്ത് തലയിലൊക്കെ വെച്ച് പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചും നൃത്തം ചെയ്തൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. എല്ലാ ആൾക്കാർക്കും പറയാനുള്ള ഒരേ കളി വെച്ചില്ല അതിനെപ്പറ്റി സംസാരം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന പോലത്തെ അതേ ഒരു പ്രതീതി. കാലം എത്ര മാറിയാലും ഈ ഒരു കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓഫ് കോഴ്സ് ലോകത്തും കോഹ്ലിയും പോകുമ്പോഴുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു വന്നൊരു ടൈം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് കാണാൻ വേണ്ടി ആൾക്കാർ അത്രയും സമയം സ്പെൻഡ് ചെയ്തൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഒരു പോകണമെന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ നമുക്കുണ്ട്. ഓക്കെ, ക്രിക്കറ്റ് കാണാനുള്ള ഇപ്പോൾ 1 by 1 ഇപ്പോൾ ഒരു കളിക്കാരൻ്റെ ആരാധകരായിട്ട് ഇപ്പോൾ ഫാൻസ് ഇല്ല ശരിക്കും പണ്ടുള്ളത് പോലെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നിലവിലൊരാളുടെ കളി കാണാൻ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോഹ്ലിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ രോഹിത് ശർമ്മ ആയിരിക്കും. ആ രണ്ടുപേരാണ് പോകുന്നത്. ഇന്ത്യയുടെ പില്ലേഴ്സാണ്. അതേപോലെ ഇനി ഒരു കളിക്കാർ സമീപകാലത്തൊന്നും വരാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, കളിക്കാർക്ക് കളികൾ കൂടുതലാണ്, കൺസിസ്റ്റൻസി ഇല്ല, പരിക്കുകൾ കൂടുതലാണ്. അപ്പോൾ അതേപോലെ ഒരു ക്രിക്കറ്റ് ബ്രാൻഡ് ഇനി വളർന്നു വരാൻ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്, കുറേ വർഷത്തെ ഹാർഡ് വർക്കും സ്ലോ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇവർ ഇതുപോലെ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ബ്രാൻഡ് വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ബ്രാൻഡ് വന്നില്ലെങ്കിൽ ആരാധകർ ഇതേപോലെ ഫൈനലുകൾ മാത്രം കാണുന്നു, എൻജോയ് ചെയ്യുന്നു. ഒരു രാജ്യം ഇപ്പോൾ അവൻ എത്ര അടിച്ചു, കോഹ്ലി എത്ര അടിച്ചു, സച്ചിൻ എത്ര അടിച്ചു, ധോണി എത്ര അടിച്ചു എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഇന്ത്യ ജയിച്ചു എന്ന് മാത്രമുള്ള ഒരു ചോദ്യങ്ങളിലേക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ വരാണ്ടിരിക്കട്ടെ. എപ്പോഴും ഒരു ബ്രാൻഡ് നമുക്ക് വേണം. അങ്ങനെ ആരെങ്കിലും നമ്മുടെ അടുത്ത ബ്രാൻഡായിട്ട് വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ 1-2 വാക്കുകൾ കോഹ്ലിനെ പറ്റി പറയാനുള്ളത്, കോഹ്ലി ഒരു സർവൈവറാണ്. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു കയറി വരാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ലൈഫും അങ്ങനെയായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ മരിച്ച സമയത്തും പുള്ളി കളിക്കാൻ പോയിട്ടുണ്ട്, ടീമിന് വേണ്ടിയിട്ട് പോയി സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പുള്ളി ഒരു ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ നിന്നും കയറി വന്ന ഒരാളാണ്. നമുക്ക് അതേപോലെ ഒരു ബുദ്ധിമുട്ട് സമയങ്ങളിൽ കളിച്ചിട്ടിരുന്ന ആൾക്കാരാണ് അജയ് ജഡേജ. ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത ഇന്ത്യൻ കളിക്കാരൻ എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ അജയ് ജഡേജയായിരുന്നു. അതിനുശേഷം അജയ് ജഡേജ അത്യാവശ്യം ഡിഫെൻഡിങ് ചെയ്യും, നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു കളിക്കാരനായിരുന്നു. രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. ശേഷം യുവരാജ് സിംഗ് ആയിരുന്നു. യുവരാജ് സിംഗ് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റും ഉണ്ട്, ടീമിനെ വിജയത്തിലെത്തിക്കാനുള്ള ഷോൾഡർ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നെ ധോണി ഓഫ് കോഴ്സ് എടുത്ത് പറയേണ്ടതാണ്. പക്ഷെ ധോണി ചില ഘട്ടങ്ങളിലൊക്കെ വലിയ ശക്തമായ ടീമുകൾക്കെതിരെ വലിയ പാടാണ് ധോണിയുടെ കാര്യം. പക്ഷേ ഗംഭീർ എടുത്ത് പറയേണ്ടത്, ഗംഭീർ നിർണായകമായ ഘട്ടങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് കളിയേൽപ്പിക്കാനുള്ള ഹെൽപ്പുള്ളതാണ്. അതിനുശേഷം നമ്മൾ കണ്ട ഒരാളാണ് വിരാട് കോഹ്ലി ഓഫ് കോഴ്സ്. പിന്നെ അതിനുശേഷമാണ് ഹാർദിക് പാണ്ഡ്യയൊക്കെ ഉണ്ട്. എങ്കിലും വിരാട് കോഹ്ലിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ബാറ്റ്സ്മാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അത് തന്നെയായിരിക്കും അഭിപ്രായം. അവർ അത്രയും വലിയ സിറ്റുവേഷൻ കോഹ്ലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അങ്ങനെ 17 വർഷത്തിന് ശേഷം T20 വേൾഡ് കപ്പ് എടുത്തു. ഏകദേശം 13 വർഷത്തിന് ശേഷമാണ്, 11 വർഷത്തിന് ശേഷം ഒരു ICC ട്രോഫി കൂടി എടുത്തു. രവിശാസ്ത്രിയുടെ കമന്ററി ബോക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ എയർ എന്ന് പറഞ്ഞ 2007 വേൾഡ് കപ്പ്, ഇറ്റ്സ് ഇൻ ദ ക്രൗഡ്, ധോണിയുടെ 6നെ പറ്റി പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം പറഞ്ഞത് വരൾച്ച അവസാനിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലെറ്റ്സ് ഫിനിഷ് ദ ഡ്രൗട്ട്, അങ്ങനെ എന്തൊരു വാക്കാണ് പുള്ളി ഉപയോഗിച്ചെന്ന് തോന്നുന്നു. വരൾച്ച, അതായത് ICC ട്രോഫിക്കുള്ള നമ്മുടെ വരൾച്ച അവസാനിച്ചിരിക്കുന്നു എന്നൊരു കമന്റ് രവിശാസ്ത്രി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളും ജോയിൻ ചെയ്ത് വന്ന ഭയങ്കര ഒരു വലിയ രീതിയിലുള്ള ഒരു വലിയ വിജയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒത്തിരി ദുർഘട ഘട്ടങ്ങളിലൂടെ വിജയിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആഘോഷത്തിനും മോടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിജയം കൂടി ഇന്ത്യ കൈവരിച്ചു. അതിനും പൊളിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി, സന്തോഷം മാത്രം. ബൈ.